നമസ്കാരം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും വൈകി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാന്റെ വ്യോമ ആക്രമണത്തിൽ 3 അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റർമാർക്കാണ് ദാരുണ അന്ത്യമായിരിക്കുന്നത്. അവർ അഫ്ഗാനിസ്ഥാന്റെ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള പക്തിക പ്രവിശ്യയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഈ 3 ഏറെ ക്രിക്കറ്റ് താരങ്ങളാണ്. അവരിൽ 3 പേരാണ് കബീർ, അതുപോലെ സിഗ്ബത്തുള്ള, ഹാറൂൺ. ഈ 3 പേര് വ്യോമാക്രമണത്തിൽ മരിച്ചിരിക്കുന്നു. ഈ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ത്രിരാഷ്ട്ര ക്രിക്കറ്റ് അവിടെ നടക്കാൻ പോവുകയാണ്. അടുത്ത മാസം നവംബർ മാസം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക. അതൊരു മിനി ഏഷ്യ കപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയും ബംഗ്ലാദേശും പങ്കെടുക്കുന്നില്ല, മറ്റു പല കാരണങ്ങളാൽ. ഈ 3 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ആ ഒരു ത്രിരാഷ്ട്ര പരമ്പരയിലുള്ള സന്നാഹം ഒരുക്കുന്നതിനു വേണ്ടി അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിലെ ടീം ബസ് സഞ്ചരിക്കുന്ന വേളയിലാണ് പാകിസ്ഥാന്റെ കിരാതമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മേഖല അല്ലെങ്കിൽ അതിർത്തി പ്രദേശം, ഡ്യൂറന്റ് ലൈനിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രദേശങ്ങൾ സംഘർഷപൂരിതമാണ്. ഏറെക്കാലമായി അവിടെ തർക്കങ്ങൾ നിലവിലുണ്ട്. അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണമുണ്ട്. പാകിസ്ഥാൻ താലിബാൻ ഭരണകൂടം 4 വർഷം മുൻപ് അമേരിക്കൻ സൈന്യം വിട്ടൊഴിഞ്ഞു പോയപ്പോൾ, താലിബാൻ ഭരണകൂടത്തിൽ എത്തിയപ്പോൾ പാകിസ്ഥാൻ ഏറെ സന്തോഷിച്ചു. പാകിസ്ഥാനുമായി നല്ല ഒരു അടുപ്പമുണ്ടാകും. പാകിസ്ഥാൻ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനും അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ ഭരണകൂടവും ഏറെ യോജിച്ച് പ്രവർത്തിക്കാമെന്ന ഒരു ചിന്തയിലായിരുന്നു. പാകിസ്ഥാനിൽ മാറ്റങ്ങൾ വൻതോതിലാണ് പിന്നീട് വന്നത്. ഇമ്രാൻഖാൻ അമേരിക്കയുടെ കൂടി പ്ലോട്ടിംഗ് ആണ്. അമേരിക്ക വിരുദ്ധമായി മാറി. പട്ടാളം ഇമ്രാൻഖാനെതിരെ തിരിയുന്നു. പട്ടാളത്തിന്റെ സഹായമില്ലാതെ ഒരു ഭരണാധികാരിക്കും പാകിസ്ഥാനെ നിലനിൽക്കാനാവില്ല. അങ്ങനെ ഇമ്രാൻഖാൻ തടവിലാകുന്നു, പുറത്തു പോകുന്നു. തൊഷാഖാനെ ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളിൽ പെട്ടുകൊണ്ട് ഇമ്രാൻഖാൻ അകത്താകുന്നു. അദ്ദേഹത്തിന് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി തന്നെ ചാലഞ്ച് ചെയ്യപ്പെടുന്നു. പിന്നീട് നടത്തിയ ഒരു ബോഗസ് തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് മത്സരിക്കാൻ പോലും കഴിഞ്ഞില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് നടത്തിയത്. അങ്ങനെ തട്ടിക്കൂട്ടിയെടുത്ത ഒരു ഭൂരിപക്ഷത്തിൽ അവിടുത്തെ പ്രധാന കക്ഷികളായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗും ചേർന്നുകൊണ്ട് PMLന്റെ ഇപ്പോഴത്തെ നേതാവ് ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പ് ഭരണകൂടം അവിടെ നിലവിൽ വരികയാണ്. ഇതിനിടയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, പഹൽഗാമിലെ ആക്രമണവും അതിനുള്ള തിരിച്ചടി എന്ന രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുകയും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ നിശേഷം പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളുടെയും പാകിസ്ഥാന്റെ ഭീകര താവളങ്ങളുടെയും ഒരു പ്രഹരശേഷി കംപ്ലീറ്റ് നശിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മേൽക്കൈ നേടി. യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ വന്നപ്പോൾ ഇന്ത്യ പറഞ്ഞു, അങ്ങനെയല്ല, ഈ 2 രാജ്യങ്ങൾ തമ്മിൽ DGMO തലത്തിൽ നടത്തിയ ചർച്ചകളാണ് തീരുമാനത്തിലെത്തിയത്. ഇവിടെയാണ് ട്വിസ്റ്റ്. ട്രംപ് ആദ്യം മുതൽ ഇന്ത്യയോട് വാശിയോടുകൂടിയാണ് പെരുമാറുന്നത്. അത് വ്യാപാര യുദ്ധത്തിൽ നമ്മൾ കണ്ടു. റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇരട്ട തീരുവ ചുമത്തുന്നത് കണ്ടു. അത് മാത്രമല്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രി അസിം മുനീറിനെയും പാകിസ്ഥാൻ സേനാ തലവൻ ജനറൽ അസിം മുനീറിനെയും അമേരിക്കയിലേക്ക് ക്ഷണിച്ച് കാര്യമായ സ്വീകരണം ഒരുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അമേരിക്ക ഷിഫ്റ്റിംഗ് ഇറ്റ്സ് വെയിറ്റ് ഇൻ ഫേവർ ഓഫ് പാകിസ്ഥാൻ, ഇന്ത്യയിൽ നിന്ന് അകലുകയും പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായി ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നു. ഇന്ത്യ wants to sandwich പാകിസ്ഥാൻ between അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇന്ത്യ. ഇപ്പോൾ ചൈനയും മാറി ചിന്തിക്കുന്നു. ചൈന പാക് ബന്ധങ്ങളിലും ചെറിയ വിള്ളൽ വീഴുന്നു. ചൈന നടത്തുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ബലൂചിസ്ഥാൻ ആൻഡ് സിന്ധ് റീജൻസ്, തുറമുഖങ്ങളുടെ വികസനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ധാതുക്കളുടെ മൈനിങ്ങിനും ഒക്കെയായി ചൈന നടത്തുന്ന വളരെ വലിയ നിക്ഷേപം, ഇതൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് ചൈനയ്ക്കും ആശങ്കയുണ്ട്. അമേരിക്കയോട് പാകിസ്ഥാൻ അടുക്കുന്നത് ചൈനയ്ക്കും അലോസരമുണ്ട്. അങ്ങനെ ചൈന കൂടുതൽ അഫ്ഗാനിസ്ഥാനിൽ സജീവമാകുന്നു. ഇന്ത്യ കൂടുതൽ അഫ്ഗാനിസ്ഥാനിൽ സജീവമാകുന്നു. അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു. അത് വലിയൊരു ചരിത്രപരമായ കാൽവയ്പാണ്. താലിബാന്റെ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന ആമിർ ഖാൻ മുത്താഖി ഇന്ത്യയിൽ സന്ദർശനം നടത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? താലിബാനെ ഔപചാരികമായി ഇന്ത്യ അംഗീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഡി ഫാക്ടോ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഓർബിറ്റിലാണ് എന്ന് കാണാം. ഈ പശ്ചാത്തലത്തിൽ വേണം
ഇപ്പോൾ നടക്കുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷത്തെ കാണേണ്ടത്. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമായി കിടക്കുന്ന വംശീയ വിഭാഗം, ഭാഷാ വിഭാഗം, സാംസ്കാരിക വിഭാഗമാണല്ലോ പഷ്തുക്കൾ, പത്താൻമാർ എന്നും കൂടി പറയുന്ന പഷ്തു സംസാരിക്കുന്ന ആളുകൾ. ഈ പഷ്തു ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പാക് താലിബാന്റെ സ്വാധീനമുണ്ട്. പാകിസ്ഥാനിൽ അഫ്ഗാൻ താലിബാനും പാക് താലിബാനും വളരെ യോജിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് യഥേഷ്ടം ഖൈബർ പഖ്തൂൺഖയുടെ ആ അതിർത്തി കടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. കാരണം അത്രയ്ക്ക് പോറസ് ബോർഡേഴ്സ് ആണ്. അതുമാത്രമല്ല, ഈ പറയുന്ന അതിർത്തി ട്രഡീഷണൽ ബ്രിട്ടീഷ് എംപയറിന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തിയായിരുന്നു ഡ്യൂറന്റ് ലൈൻ. ബ്രിട്ടീഷ് ഏജന്റ് ഡ്യൂറന്റ് വരച്ച ലൈനാണ്. ഈ ലൈൻ ഒന്നും ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഇടയിലുള്ള ഔപചാരികമായ അതിർത്തിയാണ് ഡ്യൂറന്റ് ലൈൻ. ആ ഡ്യൂറന്റ് ലൈനോട് ചേർന്നുള്ള ഭാഗത്താണ്, അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലാണ് ഈ 3 അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ പിടഞ്ഞു വീണത്. നോക്കൂ, ഏത് ഘട്ടം വന്നാലും ഇപ്പം ആക്രമണം നടന്നു, കഴിഞ്ഞ ആഴ്ചയൊക്കെ ആക്രമണം നടന്നു, ഒരു വെടിനിർത്തൽ സംഭവിച്ചു. 48 മണിക്കൂർ വെടിനിർത്തൽ ഇപ്പോൾ സാധ്യമായതിന്റെ ഇടയിലാണ് ദോഹയിൽ ഇപ്പൊ കൂടിയാലോചന നടക്കുന്നു. സൗദി അറേബ്യയും ഖത്തറും എല്ലാം തന്നെ ഈ 2 ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള ചക്രത്തി പോരാട്ടം അവസാനിപ്പിക്കാൻ വേണ്ടി, അത് നടക്കണ്ടല്ലേ, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോഹയിൽ ചർച്ചകൾ നടക്കുകയാണ്. തത്വത്തിൽ 48 മണിക്കൂർ വെടിനിർത്തൽ സാധ്യമായി. കാരണം കാബൂളിലും കാണ്ഡഹാറിലും എല്ലാം പാക് ഡ്രോണുകൾ തീതുപ്പി. അതിന് പകരമായി അവിടുന്ന് കാണ്ഡഹാറിൽ നിന്നും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ സേനകളും മിലിഷ്യകളും എല്ലാം തന്നെ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ ആക്രമണം നടത്തി. അതുമാത്രമല്ല, പാകിസ്ഥാൻ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്ന പാക് താലിബാൻ, പാക് സൈന്യത്തിന് നേരെ ആക്രമണം നടത്തി. ചരിത്രപരമായി എത്രയോ ഭരണങ്ങളാണ്, ആയിരക്കണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരും സാധാരണക്കാരുമാണ് അവിടെ വീണത്, അവിടെ പൊലിഞ്ഞു വീണത്. ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കെ പാക് അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങൾ എക്കാലത്തെയും ഏറ്റവും മോശപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഈ അവസരത്തിലാണ് അരുതാത്തത് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. നോക്കൂ, ക്രിക്കറ്റ് സമാധാനത്തിന്റെ സന്ദേശമാണ്. പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ വൈരുദ്ധ്യങ്ങൾ ഉള്ളപ്പോഴും പിടിച്ചു നിർത്തി 2 ജനതകളെ യോജിപ്പിച്ച് നിർത്തുന്ന വൈകാരിക ഘടകം ഒരുപോലെ അവർ ആസ്വദിക്കുന്ന ക്രിക്കറ്റ് കളിയാണ്. നോക്കൂ, അഫ്ഗാനിസ്ഥാന്റെ ക്രിക്കറ്റ് താരങ്ങൾ പലപ്പോഴും ഇന്ത്യയിലും വലിയ താരപരിവേഷമുള്ള ആളുകളാണ്. IPL-ലൊക്കെ കളിക്കുന്ന റാഷിദ് ഖാൻ, അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ഏകദിന ടീമിന്റെ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ ഒരു പോപ്പുലർ ആളാണ്. അപ്പൊ റാഷിദ് ഖാൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ ആക്രമണത്തെ അതിശക്തമായി അപലപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ യോഗം കൂടി തീരുമാനമെടുത്തിരിക്കുന്നു. ത്രിരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്നും തങ്ങൾ പിന്മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കടം കൊണ്ട് നട്ടം തിരികെയാണ്. ഇങ്ങനെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് വലിയ ആസ്തികളുണ്ട്. BCCI, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, ലോകത്ത് ഏറ്റവും അധികം ആസ്തിയുള്ള ക്രിക്കറ്റ് ബോർഡാണ്. ടെലിവിഷൻ സംപ്രേഷണ അവകാശങ്ങളും വലിയ രീതിയിലുള്ള പിന്തുണയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് IPL ഒക്കെ വലിയ ക്യാഷ് കൗ ആണ്. പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാനിൽ ഓരോ മത്സരവും പ്രധാനപ്പെട്ടതാണ്. അവിടെ സുരക്ഷാ കാരണങ്ങളാൽ പല രാജ്യങ്ങളും പാകിസ്ഥാനിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാൻ വിസമ്മതിക്കുന്ന, അവരെ ന്യൂട്രൽ വേദികളിൽ പോകണം, അല്ലെങ്കിൽ മറ്റു രാജ്യ സന്ദർശനത്തിന് പോകണം. അതുകൊണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ്. മാത്രമല്ല, അടുത്ത കാലത്തൊക്കെയുള്ള മിക്ക ലോകകപ്പ് മത്സരങ്ങളിലും ഇന്ത്യയോട് പരാജയപ്പെടാനായിരുന്നു വിധി. ഇപ്പോൾ നടന്ന ഒരു ഏഷ്യ കപ്പ് മത്സരത്തിൽ പോലും ഇന്ത്യ അത്യധികമായി വിജയികളായി. അതിൽ പാകിസ്ഥാനെ 3 പ്രാവശ്യമാണ് ഗ്രൂപ്പ് സ്റ്റേജിലും സൂപ്പർ 8-ലും പിന്നീട് അവസാനത്തെ സൂപ്പർ 4-ലും അവസാന ഘട്ടത്തിലും എല്ലാം തന്നെ പരാജയപ്പെടുത്തി ഇന്ത്യ ശക്തമായ മേധാവിത്വം. അപ്പൊ കളിക്കളത്തിൽ, അത് മാത്രമല്ല, ഈ രാഷ്ട്രീയവും ക്രിക്കറ്റും ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് പറയുന്നതെങ്കിൽ പോലും മോദി ഇതും കൂടെ പറഞ്ഞു വെച്ചു. കളിക്കളത്തിനുള്ളിലും കായിക വേദികളിലും സൈന്യത്തിന്റെ വേദികളിലും എല്ലാം ബലാബലത്തിൽ ഇന്ത്യക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ, അവിടെയും ക്രിക്കറ്റ് ഫീൽഡിലും എന്ന് വെക്കുമ്പോൾ ക്രിക്കറ്റ് പോലും കലുഷിതമാകണം. ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാക് അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിൽ ക്രിക്കറ്റിന്റെ ആത്മാവ് പോലും പങ്കിലമാകുന്ന ഒരന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിലാണ് പാക് അഫ്ഗാൻ ബന്ധങ്ങളെ മാത്രമല്ല ദക്ഷിണേഷ്യയിലെ ഭൗമരാഷ്ട്രീയത്തെ ആകമാനം പിടിച്ചുലക്കുന്ന ഒരു പ്രമാദമായ സംഭവമായി ഈ ഒരു സംഭവത്തെ കാണാം. ആക്സിഡന്റലി ആണ് ബോംബിംഗ് നടത്തിയത് എന്ന് പാകിസ്ഥാൻ ഇനി ക്ലെയിമുമായി വരും. അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ ക്രിക്കറ്റ് താരങ്ങൾ സഞ്ചരിച്ച, പാകിസ്ഥാൻ ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്, ക്രിക്കറ്റ് താരങ്ങൾ സഞ്ചരിച്ച വഴികളാണ്. ഒരു ടീം ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ആ ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിനുള്ളിലാണ് ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ
പാകിസ്ഥാൻ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒരു ടേൺ ഓഫ് ഇവന്റ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ അതിശക്തമായ റൈവലറിയും യുദ്ധങ്ങളും ഉണ്ടാകും എന്നത് ഒരിക്കലും മുൻപ് പ്രവചിക്കാനാവാത്ത ഒന്നായിരുന്നു. ഇപ്പോഴതും സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റ പരാജയം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ ഏറ്റ തിരിച്ചടി, അതിന്റെ മുറിവുകൾ ഉടക്കാൻ വേണ്ടി വലിയ രീതിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അഗ്രസീവ് ആകുന്ന, ഇപ്പോൾ അമേരിക്കയെ കൂടെ കിട്ടി എന്ന ധാർഷ്ട്യത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ചില അല്പത്തങ്ങൾ തീർച്ചയായും ലോക മനസാക്ഷി അതിനെതിരെ ഉണരേണ്ടതാണ്. ക്രിക്കറ്റ് താരങ്ങളും മറ്റ് കായിക താരങ്ങളും ആദരിക്കപ്പെടേണ്ടവരാണ്. ഒരു കാരണവശാലും രാഷ്ട്രീയമോ യുദ്ധമോ അവരുടെ പ്രകടനങ്ങളെ, അവരുടെ കളിയെ, അവരുടെ ജീവിതത്തെ, അവരുടെ സ്വച്ഛന്തമായ സഞ്ചാരത്തെ ബാധിക്കാൻ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കട്ടെ.